ഹലോ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. നമുക്ക് പെട്ടെന്നൊരു ഇച്ചിരി മധുരമൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മാത്രം ചേർത്തിട്ട് പെട്ടെന്നൊരു പായസം തയ്യാറാക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ലൊരു റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. ചവരി വെച്ചിട്ട് നല്ലൊരു അടിപൊളി പായസം. ഇത് ശരിക്കും ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല കേട്ടോ, കുറച്ചുകൂടെ നല്ല ഒരു ഇളം മഞ്ഞ നിറമാണ് ഇതിന്. ഇപ്പം കണ്ടല്ലോ, ഏതാണ്ട് ഈ നിറമാണ്, നല്ല കണ്ടൻസ് മിൽക്കിൻ്റെ ഒക്കെ ആ ഒരു നിറം. അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് 3/4 കപ്പ് ചവരിയാണ്. അത് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകണം, 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഒരു 15 മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് വെക്കണേ. ഒരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഈ ചാനലും എൻ്റെ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയും വേണേ. ഇപ്പോൾ ചവരി കുതിർത്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. 1 ലിറ്റർ വെള്ളം വേറൊരു പാത്രത്തിൽ തിളപ്പിച്ചിട്ട് അതിലോട്ട് നമ്മളുടെ ചവരി മൂടി വെക്കാതെ തന്നെ ട്രാൻസ്പെറൻ്റ് ആകുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ. ചവരി പാകത്തിന് കുക്കായി കഴിയുമ്പോഴേക്കും ഒരു സ്ട്രെയിനറിലോട്ട് അതൊന്ന് അരിച്ചു വെക്കണേ. അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ ചവരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് സ്ട്രെയിനറിലാക്കി ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമ്മളെടുത്ത ആ ഒരു 1/2 ലിറ്റർ പാലിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 3-4 ടേബിൾ സ്പൂൺ പാലെടുത്ത് അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് ഉടച്ച് ഈ പാലിലേക്ക് ചേർത്ത് ഈ പാലൊന്ന് കാച്ചിയെടുക്കണേ. പാൽപ്പൊടി ചേർത്തില്ലെങ്കിലും നമുക്ക് ഈ ഒരു പായസം ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ പാൽപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോഴേക്കും കുറേ കൂടി ഒരു റിച്ച് ഫ്ലേവർ കിട്ടുവേ. പാൽപ്പൊടി കലക്കിയതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. ഇപ്പം ഇതേ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ചവരി മുഴുവൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ കട്ടയൊന്ന് ഉടച്ചു കൊടുക്കണേ. പിന്നെ നമുക്കിനി ഇതിനകത്തോട്ട് വേണ്ടത് ആകെപ്പാടെ 2 കാര്യങ്ങളും കൂടെ ഉള്ളൂ. കുറച്ച് ഏലക്കാപ്പൊടി, കുറച്ച് കണ്ടൻസ് മിൽക്ക്. ഇപ്പം ഞാൻ പാലിനകത്തോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു 3/4 കപ്പ് കണ്ടൻസ് മിൽക്കാണ്. കാരണം ഞാൻ ഒട്ടും പഞ്ചസാര ചേർത്തിട്ടില്ലല്ലോ. പക്ഷെ നിങ്ങൾ ചേർക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു ഇച്ചിരി മധുരം കൂടുതലാണ് വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഒരു 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബാക്കി 1/4 കപ്പ് ചേർത്താൽ മതിയേ. ഇപ്പം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടൻസ് മിൽക്ക് ചേർത്തത് കൊണ്ട് തന്നെ അടിഭാഗം, ആ പാത്രത്തിൻ്റെ അടിഭാഗം ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പാൽപ്പൊടി കുറച്ചധികം ചേർത്തിട്ട് ഒരു 1/2 കപ്പ് പാൽപ്പൊടിയോ വല്ലതും ചേർത്തിട്ട് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്താലും ഇതേ ടേസ്റ്റും ഇതേ കളറും കിട്ടുവേ. അല്ല, നിങ്ങൾക്ക് പാൽപ്പൊടിയും കണ്ടൻസ് മിൽക്കും ഉപയോഗിക്കാൻ താല്പര്യമില്ല, അല്ല കയ്യിലില്ല എന്നുണ്ടെങ്കിൽ 1 ലിറ്റർ പാലെടുത്തിട്ട് 1/2 ലിറ്റർ പാലായിട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ട് ബാക്കി ചേരുവകളൊക്കെ ഇതേ അളവിൽ ചേർത്ത് ഇതുപോലെ തയ്യാറാക്കിയാലും ഇതേ ടേസ്റ്റ് തന്നെ കിട്ടുമേ. ശരിക്കും വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു പായസമല്ലേ. അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യാതിരിക്കില്ലേ. ഈ ഒരു നിറമാണ് ഇതിൻ്റെ ശരിക്കുള്ള നിറം കേട്ടോ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്